ഹലോ, കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ആളുകൾ ചോദിച്ചു എന്നോട് എന്താ വീഡിയോ ഇടാത്തത്. ഒന്നുമല്ല ഗൈസ്, ഞാൻ ചെറിയൊരു ജോബിന് ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് നേരം തീരെ കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ഓരോ വീഡിയോസും പെൻഡിങ് ആയിട്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇടാം. ഇത് മൈസൂർ പോയ പാർട്ട് 2 ആണ്. രാവിലെ എണീറ്റ് ചായ കുടിച്ചതാണ് അവരുടെ വീട്. ഓനാണെങ്കിൽ പൂച്ചൻ്റെ പിന്നാലെയാണ്. പിന്നെ പാർട്ട് 2 വീഡിയോസ് കേട്ടോ. അവിടെ മുന്നിലോട്ട് തന്നെ പച്ചക്കറി വണ്ടി വന്നപ്പോൾ അവർ സാധനങ്ങൾ വാങ്ങാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോയി, മനസ്സിലാവുന്നില്ല അവരുടെ ഭാഷ. അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കാന്നല്ലാണ്ടൊന്നും അറിയില്ല. കിട്ടിയോ ചിക്കൻ കഴിച്ചിട്ടേ വേണ്ടേ? ചായ കുടിക്കാൻ പൊറാട്ടയും ബീഫ് കറിയില്ലേ? ബീഫ് ലാഡ് മട്ടൻ. അമ്മേൻ്റെ പൊറാട്ട, ബീഫ് കറി, ഇന്നത്തെ പരിപ്പ് കറി അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട്. ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, ഡാം, ചിക്കോള ഡാം. നമുക്ക് അവിടെ നിന്ന് പോവാം. ഞങ്ങൾ അവിടേക്ക് പോയിട്ട് ഇപ്പോൾ എത്ര 4 വർഷമായിട്ടോ. നിൽക്കാൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അന്ന് വന്നപ്പോൾ അവിടെ പോയതാണ്. അപ്പം നമുക്ക് കുട്ടീനെ കൊണ്ട് പോവാം. കാണാം. അന്ന് അത്യാവശ്യം വെള്ളവും എന്താ പറയുക, മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായിന്. ഇപ്പം അവിടുത്തെ അവസ്ഥ എന്താ അറിയില്ല. നമുക്ക് പോയേക്കാം. ബോബു വരുന്നുണ്ട്, എൻ്റെ ബോബു ഒപ്പം വരുന്നുണ്ട് കേട്ടോ. ബോബു കുഴപ്പമില്ലേ, ഞങ്ങളെ പിന്നാലെ കാവലായിട്ടൊരു പട്ടിയുണ്ട്. പട്ടിയുണ്ട് ആര് മുന്നിൽ പോയി. നല്ല സ്ഥലല്ലേ, ചിക്കോ ഡാം. ആ പട്ടിയുണ്ട് പിന്നാലെ വരുന്നുണ്ട്. പൊളിയില്ലേ ഹർഷു, പട്ടിയെ ആട്ടാണ് കേട്ടോ. ഇവിടുത്തെ നായ്ക്കള് പോയി. ഹർഷ ആട്ടാണ്, ഫ്രീക്കായി. ആട്ടണ കാലം അത് പണ്ട് ഇങ്ങനെ കഥ പറഞ്ഞിരിക്കാന് ഡാൻസ് കളിക്കാനൊക്കെ ഉണ്ടാക്കി സംഭവം. ഏറ്റവും ദിവസം പാട്ടൊക്കെ പാടിയല്ലേ എക്കോ അടിക്കും. അതാണ് ചോദിച്ചു. ഓ അടിപൊളി. ഈ ഗേറ്റിൽ കൂടെ കടന്നു പോകാൻ പറ്റില്ലേ? ഗേറ്റിൽ കൂടെ കടന്നു പോകാൻ പറ്റില്ലേ? ഇതിലൂടെയാ? നടന്ന് പോവാം. ഞാൻ പിടിച്ചു. അത് ക്ലോസ് അല്ല അപ്പോൾ? അല്ലേ, എന്നിട്ടാ ഇപ്പൊ ഗതിട്ടത്തി കൂടെ പോന്നെ. അയ്യവാ, അന്ന് വന്നപ്പോൾ ഈ വെള്ളം തന്നെ കഴിഞ്ഞോ? നടന്ന് എവിടെ ഓല് വരി. ആ പട്ടിനെ പേടിച്ച് നിൽക്കാണ്. ഈ ഗേറ്റ് അടച്ചാൽ മതി. ആയിക്കൂടെ വരില്ലല്ലോ പട്ടി. ഇവിടെ വന്നാലും ഗേറ്റ് അടക്കാം. എൻ്റെ അവിടെ നിന്നോ. എന്നാലും പോരുവോ?
ഇജ്ജ് അവിടെ നിന്നട്ടോ, ഞങ്ങൾ പോയിട്ട് വരാം. ഞാൻ അപ്പുറത്ത് കൂടെ വരുമേ വരുന്ന പട്ടി കണ്ട് ഇങ്ങനെ പേടിച്ചാൻ പറ്റും. ഞാനാണെങ്കിൽ വരും പേടി, അപ്പൊ പിന്നെ എന്തായാലും പേടിക്കുമല്ലോ. ഉന്തി പോരി നോക്കി റബ്ബേ നമുക്ക് ഇതിനുള്ളിൽ കയറിയേക്കാ. ആ നായി വല്ലാത്തൊരു നായി തന്നെ. പിന്നാലെ പോയപ്പോ പോയി. അയ്യോ പാവം തോന്നുന്നു. അത് ഓടുന്ന ഓട്ടം. ഓ നോക്കി അവിടെ നിന്നട്ടോ, നിക്കൂലെന്ന് ആ പോണ്. എന്നാലും അത് പോയത് നോക്കില്ലേ ഹർഷു. ഹർഷ പട്ടിനാട്ടില്ലേ അണ്ടോ പോയിട്ടോ. ഈ ഹർഷു അല്ലാതെ പാവലേ. വെയിലായിട്ടൊന്നും കാണുന്നില്ല. പോയി പിന്നെ നേരിച്ച് വടി എടുത്തേക്കണേ. മയില് അതാ പറന്നു പോണേ. വാവ്, നമുക്ക് പോയി ആ തൊപ്പിയിട്ടെടുത്താ മതി. തൊപ്പിയാണപ്പത്തിന് ഓർമ്മ വന്നു. വാവ്, ഐശുവിന് ഭയങ്കര കുറവാ. ഐശുവിന്റെ അർഷുവിന്റെ ഈ കോട്ട് തല്ലേനോ അന്ന് 1 വയസ്സ് പോലും ആയിട്ടില്ല. കഴിഞ്ഞ തന്നെ ഏതായാലും 1.5 കിലോമീറ്റർ ഉണ്ടോ ഇനി കൊറേ അന്ന് കൊറേ ആയില്ലേ. അതാരാന്ന് ഇനി കെട്ടിച്ചാലോ മോളാണ്. ആളുണ്ടെങ്കി പറഞ്ഞോളെ. നമ്മളെ ആയിച്ചുമ്മ കാക്കു പണ്ടൊക്കെ ഇവിടെ നിൽക്കാനുമ്പോ കണ്ണില് മുളകും പൊടി വെച്ചിട്ട് മുളകും പൊടിയൊക്കെ തേച്ച ആൾക്കാരാണ്. അടി കൂടെ പേരും അടി മിക്ക് പേടി ഞങ്ങളെ ഒറ്റ കൈ പോവാന്. അമ്മ അടി എന്താടാ ഞാനില്ല നടക്ക്. കാണാത്ത ആളുണ്ട് എനിക്ക്. വാ പോവാ നടക്ക്. വെയിലാണ് വേഗം പോയി പോരാ നടക്ക്. ആ ചെവിന്റെ ഇപ്പുറത്ത് കൈ കൊടുത്താൽ മതി. വെള്ളം കൂടി പവർ കൂടുതലാകുമ്പോ പല സ്ഥലത്തേക്കും വെള്ളം വിടാൻ വേണ്ടി ഇവിടെ ഓപ്പൺ ആക്കും. അങ്ങനെ അവിടെ അടിക്കൂടെ വെള്ളം പോയിട്ടുണ്ട്. നല്ല മീൻ സംഭവം, നല്ല സ്ഥലം. ഇനി തിരിച്ച് അവിടെ എത്തണം. അല്ല ഇപ്പം തന്നെ സമയം 11:15. 1 മണി 1:30 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം. അല്ലേ നമുക്ക് കറക്റ്റ് ഇവിടെ എത്തുള്ളൂ. ഇനി കുട്ടീനെ കുറച്ച് നേരം കാക്കു നോക്കട്ടെ. ഞാൻ ഫ്രീ ആയി നടക്കട്ടില്ലേ. മോളു എന്താ എൻ്റെ പേരെന്ന് അവളെ പേര് എനിക്കിങ്ങനെ വിളിച്ചാനറിയില്ല. അവളെ ഇന്നെന്താ വിളിക്കല്? മലയാളം അറിയില്ല കേട്ടോ, സോറി. ഇവളെന്താ വിളിക്കല് പറഞ്ഞേ? അമ്മു. മലയാളം അറിയില്ല, ഓളെ ഭാഷ എനിക്കും അറിയില്ല. ഇല്ല അമ്മു ഹായ് കൊടുക്ക്. ഹായ്. പിന്നെ എന്തൊക്കെയോ പറയുന്നു, എനിക്ക് മനസ്സിലാവണില്ല. മസ്ലിയ മീനുണ്ടെന്നാണല്ലേ, എന്തുമായിരിക്കും. അപ്പോൾ അർഷുവിന് പിന്നെ ഇപ്പോൾ ഇവിടെ മതി. ഇനി ഇവിടെ നമുക്ക് കൊണ്ടുപോവാ. ഇത് നാട്ടിലോട്ട് പോരണോ? കേരള ഇത് സൗണ്ട് കേട്ടു.
അതിന്റെ വെള്ളാണ് പോണേ. അശിവാടിക കണ്ണടച്ചിട്ട് അതോളതാണ് നമുക്ക് പോകുമ്പോ വാങ്ങി തരാൻ പറ്റിട്ട് അതുവരെ കിട്ടുള്ളൂ. ഇനി വെടുക്ക് അങ്ങനത്തെ വഴി മാറി നായ്ക്കളാ അല്ലല്ലേ? ഫുള്ള് നായ്ക്കളല്ല. പക്ഷെ ബോബോടെ അമ്മോടെ താത്ത കണ്ടോ? അമ്മ നായ്ക്കലുണ്ട് ബോബു കണ്ടിട്ട്. ആട് എന്താ ആട് എഴുതിക്കണ ചിക്ക് ഹോളാന്ന്. ചിക്ക് ഹോള. പക്ഷെ അവിടെ വരണ്ട്. ഏടെ റോഡ് സൈഡിന്. അല്ലോ എത്ര ഞാൻ നടന്നുലേ. 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ നല്ലത്. 3 കിലോമീറ്ററോ? വണ്ടിയായിട്ട് പോന്നാ മതി. അപ്പുറന്ന് വണ്ടിയോട് വന്നീനി. ഞാൻ വണ്ടി വരാം. ഹാലിൽ തലയിൽ കടിച്ചാണ്ട് മുറിക്കുളി. താത്ത അങ്ങോട്ട് പോയോ? താത്ത തേനീച്ച കൂടുണ്ടാവും. ഇതേ സ്പോട്ട്. എന്താ അർഷുൻ നമുക്ക് ആയിക്കോട്ടൊക്കെ പോവാ. പോരി പോരി പ്രാക്കളാണ്. തിരിച്ച് പോകണം. ഒന്നിന്റെ ഐഫോൺ എനിക്ക് പേടിയാണ്. കാക്കൂ കൊരങ്ങ 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 ഹായ്. ഒരു ഹായ് താടാ. പേടിച്ച് പോയി. എവിടെയാ പോയി? എന്തോ മൈക്ക് മാറിയോ എന്തോ പറയാനേ അനൗൺസ്മെന്റ് ചെയ്യാനേ. എല്ലാവരും ഓടിക്കോളും അങ്ങനെ പറയില്ലേ? എന്താ അപ്പോ നമ്മളെ സ്പോട്ട് എത്തിക്കല്ലോ. ഇതിനുള്ളു അന്നും ഇതിൽ കൂടി തന്നെയാണ് പോയിത്. പോയാല്ല പോവാം. കുറച്ച് കാണുന്നുണ്ട്. അല്ല ചിക്കോൾ എന്നുള്ളത് ഇതുണ്ട് ഫസ്റ്റ് ഉണ്ട്. പക്ഷെ അതിനപ്പുറത്ത് വേറെ എന്തിരിക്കണം. എന്താ റിസർച്ചോ എന്തോ എനിക്ക് മനസ്സിലാവില്ല. ഹായ് ബാ നമുക്ക് അപ്പുറത്ത് പോവാം. വരി അന്നേരമായി. ഇവിടെ ഇരുന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. സ്പോട്ട് ഓർമ്മകൾ. ഓക്കെ അന്ന് എന്താ പറയണ്ട അറിയില്ലടോ. അത്രക്ക് സത്യം പറഞ്ഞാൽ നമ്മള് ഇങ്ങനെ ഇത് പ്രതീക്ഷിച്ചില്ലല്ലോ. സത്യം. ഇന്നലെ ഇങ്ങനെ ഒരു പോയിട്ടില്ല വരവുണ്ടാകുന്നില്ലെങ്കിൽ നല്ല വീഡിയോ എടുക്കാ. ഇവര് രണ്ടാളും നിർത്താൻ കേട്ടോ കൂലിക്ക്. അയ്യോ ചെരുപ്പ്. എന്താ പറയാ? കടൽക്കാക്ക. അതാ നമ്മൾ തിരിച്ചു. 12 മണിയായി റബ്ബേ. അപ്പൊ പോടാ തൊടാനായിക്കൂല. നമ്മൾ തിരിച്ചു പോന്നു. പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ തിരിച്ച് പോന്നു. തിരിച്ചു നാട്ടിലോട്ട്. ഇപ്പോൾ അവിടേക്ക് വെയിലേ.
ഇവിടെ തക്കാനായിട്ട് തണല് തന്നതാണ്. അതാണ് ഇതാണ് നമ്മൾ. എന്താണ് ഇനി വേഗം ഫുഡ് കഴിക്കാം, ഇറങ്ങാം. ഓ ആയിക്കോട്ടെ, ഒരു വൈകുണ്ടേനി ഞങ്ങളുടെ അതാ. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ലല്ലോ. സാരല്ല, ഇനി പോവാ. നേരല്ല, പോവാ. നല്ല രസമല്ലേ? അവിടെ കിളിക്കൂട്. ആ ഇല്ല കേട്ടോ, വെറുതെ തള്ള. ഇവിടെ പല വഴികളും ഉണ്ട്. ഇവിടെ നല്ല രസം. നമുക്ക് ഇതിൻ്റെ കൊമ്പടിച്ചാ ഇതെടുത്തോ. അതോ അതല്ല, ഇതെടുത്തു. ഓ അതെ, ഒന്ന് മതി. ഇവിടെയൊക്കെ ഏതായാലും ഇത് വെറുതെ എടുക്കുക. അതിൻ്റെ ഫുഡ് കഴിക്കാം. ബീഫിന്റെ കാലോ? ബീഫിന്റെ കാല്. ബീഫിന്റെ കാല്. അശു അപ്പോൾ ഫുഡിങ്ങനെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഗൈസ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ഭയങ്കര സങ്കടേനി, അതുകൊണ്ട് എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എന്തായാലും പോന്നു. ഇനി നമ്മൾ പോകും. 2-3 ദിവസമൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോക്ക് പോകണം ഇൻഷാ അല്ലാഹ്. അതിപ്പോൾ പെട്ടെന്ന് ആയതുകൊണ്ടാണ്. ഏതായാലും ഇനി തിരിച്ച് നാട്ടിലോട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഫാമിലിയായിട്ട് വരാം. ഫാമിലിയായിട്ട് വന്നതിന് ശേഷം വണ്ടി എടുത്ത് വരാം. എല്ലാവരും കൊണ്ട് വരുമ്പോഴൊക്കെ അങ്ങനെ പോകണം. ഗൈസ് ഗുണ്ടൽപ്പെട്ടെത്തില്ലേ? ഗുണ്ടൽപ്പെട്ടെത്തിട്ടോ ഗൈസ്. അപ്പം ഞങ്ങള് തൊപ്പക്കാട് എത്തിട്ടോ, കാട്ടിൽ. അതായത് അങ്ങോട്ട് പോയപ്പോഴൊക്കെ കണ്ടിനു. ബൈക്കുമ്പോ യാത്ര ചെയ്യണത് വേറെ രസമാണ്. പോട്ടെ പോട്ടെ പോട്ടെ. അമ്പ് മയിലേ മയിലേ. അയ്യോ കഴിക്കാൻ പറ്റിയ ആനകളും കുട്ടികളും. അല്ല അടുത്ത് ഇത്ര ഇതിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പം എൻ്റെ ജീവൻ പകുതി പോയി പകുതി വന്നു. ഹായ് ഹായ്. വിസിറ്റ് അഗൈൻ കർണാടക സ്റ്റേറ്റ് കഴിഞ്ഞു. ഇനി നമ്മളെ കേരളത്തോട്ട്. ഹായ് ഇതേ പൊണ്ണ ഗൈസ്. നോക്കിത് നിങ്ങൾ മുന്നിൽ പോയിക്കോളേക്കോ. ഇഷ്ടം പോലെ മാനം.
കാണിക്കൂട്ടമാണ് കാക്കാണ്. ബാക്കിലുണ്ട് ഇത്ര വണ്ടികളാ. ഈ ഒരു യാത്ര സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. എന്താ പറയുക, പെട്ടെന്നുള്ള പോരലുകൊണ്ടായിരിക്കാം അത്രയ്ക്ക് നല്ല രസമായത്. അല്ലെങ്കിൽ ഇത്ര രസം കിട്ടൂല. നമ്മൾ പ്ലാൻ ചെയ്ത് പോരുമ്പോഴൊന്നും ഇത്ര രസം കിട്ടൂലല്ലോ. ഇത് കിട്ടും. നമ്മള് പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് പോരുമ്പോഴും പെട്ടെന്ന് പോരുമ്പോൾ ഭയങ്കര നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ യാത്രയാണ് ബെസ്റ്റ് ഓപ്ഷൻ. യാത്രയാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു ചായക്കടയിൽ നിർത്തണം. ഞാൻ ചായ കുടിക്കും, പക്ഷേ എനിക്ക് ചായനെക്കാട്ടി ഏറ്റവും ഇഷ്ടം ബൂസ്റ്റാട്ടോ. ഞാൻ ബൂസ്റ്റിൻ്റെ ആളാണ്. ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് അല്ലെങ്കിൽ കോഫി, ബ്രൂ കോഫി കുടിക്കാൻ. ചായ അല്ലാണ്ട് തമിഴ്നാട് ചായ ആണെങ്കിലൊക്കെ ഞാൻ കുടിക്കും. നമ്മളെ ഇപ്പോൾ മൈസൂർ പോയപ്പോൾ എൻ്റെ അമ്മ അവിടെ ഉണ്ടാക്കി തന്ന അടിപൊളി ചായ ഉണ്ട്. പക്ഷെ ഓലെ ചായക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതേമാതിരി ഒരു ബൂസ്റ്റ് കുടിക്കാൻ നല്ല തണുപ്പുണ്ട്. ഇവിടെ ആണെങ്കിൽ നിർത്താൻ പറ്റില്ല. ഈ കോട്ട് ഒരിക്കല കാട്ടിൽ നിന്നൊക്കെ ഓൻ ഉറങ്ങണതന്നെ നല്ലത്. കാരണം ഓൻ ഓരോന്ന് കാണിച്ചു കൊടുത്താൽ ഓനക്ക് അത് പിന്നെ കാണണം. ഇന്നലെ ഇങ്ങോട്ട് പോന്നപ്പോൾ ഒരു പോത്ത് കാണണം എന്നുള്ള രൂപത്തിൽ 2 പോത്തുകളെ അവിടെ മൈസൂർ കാടൊക്കെ കഴിഞ്ഞിട്ടോ 2 പോത്തുകളെ റോഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോവാണ്, തീറ്റിച്ചാൻ കൊണ്ടുപോവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളത് കഴിഞ്ഞ് പോന്നു. ആ കഴിഞ്ഞ് പോന്നപ്പോൾ ഓൻക്കും പിന്നെ അതിനെ തന്നെ കാണണമെന്ന് പിന്നെ ഞങ്ങൾ പിന്നീട് നിർത്തി കാണിച്ചു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഗൂഡല്ലൂർ എത്തിട്ടോ. ഗൂഡലേ നാടുവാണിത്തി ഗൈസ്. നല്ല ബൂസ്റ്റ്, കാപ്പി, മുട്ട ബജ്ജി, ചട്നി. ഹർഷു ചായ കുടിക്കാം. ചായ കുടിക്കാം. നല്ല ചായ, നല്ല മഴയാണ്. പിന്നെയുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ നേരെ വീട്ടിൽ പോയി വർത്തനൊക്കെ പറഞ്ഞ് പിന്നെ കടന്നുറങ്ങിയത് ഇത്രയേ ഉള്ളൂ.